നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണല്ലോ. നമുക്കറിയാം, CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം അത് കഴിഞ്ഞ ദിവസം മുതൽ രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങി. അതുവരെ അപേക്ഷിച്ചതിൽ 300 പേർക്ക് ഇന്ത്യയുടെ പൗരത്വം ലഭിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ 14 പേർക്ക്, ആ 14 എന്ന സംഖ്യയാണ് കൂടുതലും മാധ്യമങ്ങൾ പറയുന്നത് കേട്ടത്. എന്നാൽ 14 പേർക്ക് മാത്രമല്ല, 300 പേർക്കോളം പൗരത്വം കിട്ടിയിട്ടുണ്ട്. ഈ 14 പേർക്കാണ് ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രി നേരിട്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകിയത് അല്ലെങ്കിൽ പൗരത്വം നൽകിയത്. ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ സർക്കാരിൻ്റെ നടപടിക്രമം അനുസരിച്ചാണ് മുന്നോട്ട് പോയത്. ഇനി കാര്യത്തിലേക്ക് വരാം. പൗരത്വം കിട്ടിയ വാർത്ത ഇതിനകം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ അറിവിൽ ഈ പൗരത്വ ഭേദഗതി നിയമം കാരണം ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം പോയതായിട്ട് അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എന്തായിരുന്നു ഈ രാജ്യത്തെ ബഹളം എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ രാജ്യത്തുള്ള ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയുമെന്നും അവരെ പാകിസ്ഥാനിലോട്ടും മറ്റുമൊക്കെ നാട് കടത്തും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ രാജ്യം കത്തിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചത്. പക്ഷേ ഇതിപ്പോൾ ആ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. 300 പേർക്കോളം പൗരത്വം കിട്ടി. ഇത് പൗരത്വം എടുത്തു കളയാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി. അപ്പോഴും ഈ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് മുസ്ലിമിന് പൗരത്വം കിട്ടുന്നില്ല എന്ന്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് മുസ്ലിമിന് പൗരത്വം കൊടുക്കുന്നില്ല എന്ന്? നിങ്ങൾക്കറിയാമോ? അഡ്നൻ സാമി എന്നൊരു ഗായകനുണ്ട്, പാകിസ്ഥാനി ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഫേമസ് ആണ്. അഡ്നൻ സാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അദ്ദേഹം മതമൊന്നും മാറിയിട്ടില്ല, മുസ്ലിമായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ത്യക്കാരനാണ്. പാകിസ്ഥാനിൽ ജനിച്ചു, പിന്നീട് കാനഡിയൻ പൗരത്വം ഉണ്ടായിരുന്ന ആ വ്യക്തി ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ആ സമയമായപ്പോൾ ഇന്ത്യൻ പൗരത്വം കിട്ടുന്നു. അപ്പോഴും അദ്ദേഹം മതമൊന്നും മാറിയിട്ടില്ല, മുസ്ലിമായിട്ട് തന്നെയായിരിക്കുന്നത്. പഴയ വണ്ണം കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം, അല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല. അതുപോലെ ഗൂഗിളിലും മറ്റും തപ്പിയാൽ നിങ്ങൾക്ക് നിരവധി കിട്ടും. പാകിസ്ഥാനും ബംഗ്ലാദേശും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളായിട്ടുള്ളവർ തന്നെ ഈ ഇന്ത്യയിലെ പൗരത്വം അപേക്ഷിച്ചിട്ട് ഇവിടെ പൗരത്വം കിട്ടിയ കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്താണ് CAA ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് അപ്പോഴും ചിലർക്ക് സംശയമുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയിലൂടെ പൗരത്വത്തിന് അപേക്ഷിച്ചു. രാജ്യം നിഷ്കർഷിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു 12 വർഷമാണെന്ന് തോന്നുന്നു. ആ വർഷത്തിന് ശേഷം എന്തോ ആണ് കിട്ടുന്നത് എന്നാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും എളുപ്പമാർഗമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി, ഇനി എന്താണ് CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം? അതിൽ പറയുന്നത് ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് 5 വർഷം കൊണ്ട് പൗരത്വം കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ പഴയ സിനിമയിലൊക്കെ ജയഭാരതിയെ TG രവിയോ അല്ലെങ്കിൽ ബാലങ്കേ നായരോ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നു. അപ്പോൾ ഓടി വരുന്ന ഈ ജയഭാരതിനെ നമ്മൾ ഒരു റൂമിൽ സുരക്ഷിതമായിട്ട് ഇരുത്തുന്നു. അതിൻ്റെ കൂടെ ഈ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വന്ന ഈ TG രവിനെയോ അല്ലെങ്കിൽ ബാലങ്കേ നായരെ കൂടി നമ്മൾ പിടിച്ച് ഒരു മുറിയിൽ കൊണ്ടിടുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഏതാണ്ട് സമാനമായ സംഗതി തന്നെയാണ് ഇവിടെ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വരികയും അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതയില്ലാതെ വരികയും ചെയ്യുമ്പോൾ അവർ ഓടിപ്പാഞ്ഞ് നമ്മുടെ രാജ്യത്ത് വരും അഭയാർത്ഥികളായിട്ട്. അങ്ങനെ കിടക്കുന്നവർക്കാണ് 5 വർഷം കൊണ്ട് ഈ പൗരത്വം കിട്ടുന്നത് ഈ നിയമത്തിൻ്റെ ബലത്തിൽ, അതായത് പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA. അപ്പോൾ അവരെ ഓടിച്ചു കൊണ്ടുവന്ന അവർക്ക് കൂടി എളുപ്പ വഴിയിൽ പൗരത്വം കിട്ടണം എന്ന് വാദിച്ചാൽ, അത് വാദിക്കുന്നത് ഏത് പൊന്നുമാനായാലും ശരി, പറ്റത്തില്ല എന്ന് പറയാൻ ഓരോ ഇന്ത്യക്കാരനും പറ്റണം. ഞാൻ പറഞ്ഞ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു മുസ്ലിമിനും പൗരത്വം കൊടുക്കാതിരുന്നിട്ടില്ല. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഡ്നൻ സാമിയുടെ ഉദാഹരണം പറഞ്ഞത്. സംശയമുള്ളവർക്ക് നോക്കാം. പിന്നെയും അനവധി മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻകാരനും ബംഗ്ലാദേശുകാരനും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കാലതാമസം എടുത്തിട്ടുണ്ട്. എന്നാൽ CAAയിൽ 5 വർഷം കൊണ്ടാണ് കിട്ടുന്നത്. അത് അഭയാർത്ഥികളായിട്ട് ഒന്നുമില്ലാതെ ജീവൻ കയ്യിൽ വാരി പിടിച്ചുകൊണ്ട് പിള്ളേരും ഭാര്യയൊക്കെ ആയിട്ട് ഓടി വന്ന് പാവം നമ്മുടെ തെരുവുകളിൽ കഴിയുന്നവർക്കാണ് ഇന്ത്യക്കാരായിട്ടുള്ള പൗരത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരെ ആ ഗതിയിലാക്കിയവർക്ക് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അവിടെയാണ് ഈ മുസ്ലിം എന്ന ഒരു നിങ്ങളൊക്കെ പറയുന്ന ആ ഒരു സംഗതി വരുന്നത്. കാരണം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ അവിടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, അവിടെ ഇസ്ലാമിക നിയമമുള്ള രാജ്യമാണ്. അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവരെ അവിടെ ആരും അടിച്ചമർത്തുന്നില്ല. അവർ ഒരു രീതിയിലും അവിടെ പീഡിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ അവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഇന്ത്യയിലേക്ക് ഇവരുടെ കൂടെ കയറി വരേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതിന് ഏതൊക്കെ തരത്തിലാണ് നമ്മളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്?
ഇന്ത്യ മുസ്ലിമിന് പൗരത്വം കൊടുക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു. നമ്മുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആൾ തന്നെ നിൽക്കുകയാണ്. അയാൾ മതമൊന്നും മാറിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും നോക്കാം, അയാൾ മതമൊന്നും മാറിയിട്ടില്ല. മതം മാറാതെ പാകിസ്ഥാൻകാരനായിരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻകാരിയായിരുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യക്കാരായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അറിവിലാരും ഇന്ത്യക്കാരായിരുന്നവരാരും പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ അഫ്ഗാനിലോട്ടൊന്നും പോയിട്ടില്ല. അതിനർത്ഥം അവിടങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ പരമസുഖം നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് തന്നെയാണ്. പക്ഷേ ആ രാജ്യത്തിനെ പറ്റിയാണ് എന്തൊക്കെ അപവാദങ്ങളാണ് ഇവിടെ പറഞ്ഞ് പരത്തിയത്. ഇനിയും ഞാൻ ആദ്യം ചോദിക്കുന്നു, നിയമം നടപ്പിലാക്കി കഴിഞ്ഞു, 300 പേർക്ക് പൗരത്വം കിട്ടി. നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടതായിട്ട് അറിയാമെങ്കിൽ ആ പിണറായി വിജയൻ വരുമ്പോൾ ഉണ്ടല്ലോ, അങ്ങേരെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. അങ്ങേരെ അതിനുള്ള പരിഹാരം ചെയ്തു തരും. അല്ലാതെ ഇതിനൊന്നും കൂടുതൽ പറയേണ്ട കാര്യമേ ഇല്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.